കെട്ടിടം പൊളിച്ചു മാറ്റണമെന്ന് 6 മാസം മുൻപ് റിപ്പോർട്ട് ലഭിച്ചിരുന്നുവെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഇന്ന് പ്രതികരിക്കുകയുണ്ടായി. ഡിസംബറിലാണ് റിപ്പോർട്ട് ലഭിച്ചത്. ഓപ്പറേഷൻ തിയേറ്റർ ഉൾപ്പെടെ സജ്ജമാക്കാനുണ്ടായ കാലതാമസമാണ് ഉണ്ടായതെന്നും ന്യായീകരണം. ശുചിമുറി പ്രവർത്തിച്ചിരുന്നില്ലെന്ന വാദവും പ്രിൻസിപ്പൽ തള്ളി. ആ പ്രതികരണം കേൾക്കാം. 2013 മുതലേ ഈ കെട്ടിടത്തിൻ്റെ ബലക്ഷയത്തെ പറ്റിയുള്ള റിപ്പോർട്ടുകൾ നമ്മുടെ മുമ്പിലുണ്ടെന്നുള്ളത് വാസ്തവമാണ്. 2018 പുതിയൊരു ബിൽഡിങ്ങിനായിട്ടുള്ള ഒരു സാങ്ഷന് നമുക്ക് കിട്ടുകയും കോവിഡ് കാലം വന്ന് ഒരു 2 വർഷത്തോളം അത് നീണ്ടുപോവുകയൊക്കെ ചെയ്തു. കാരണം 95% മുകളിൽ ഈ കെട്ടിടത്തിൻ്റെ പണി തീർന്നു. പക്ഷേ മോഡുലാർ തിയേറ്റർ 14 ഓപ്പറേഷൻ തിയേറ്റർ മോഡുലാർ രീതിയിൽ പൂർത്തീകരിക്കുമ്പോൾ അതിനെ ഒരല്പം കൂടെ ഒരു ഫിനിഷിംഗ് വർക്കിൻ്റെ അവസാനത്തെ മിനുക്കുപണികളെന്ന് പറയുന്ന അതിൻ്റെ സുരക്ഷ, അണുബാധ തുടങ്ങിയ കാര്യങ്ങളും എല്ലാം ഉറപ്പാക്കുന്ന ഒരു ഫൈനൽ വർക്കാണ് നടന്നുകൊണ്ടിരുന്നത്. 10ാം വാർഡെന്ന് പറയുന്നത് അതിൻ്റെ മുകളിൽ പണിതരുന്ന ഒരു വാർഡാണ്. അവിടുത്തെ ടോയ്ലറ്റുകൾക്ക് ബലക്ഷയമുള്ളതായിട്ടോ മറ്റ് റിപ്പോർട്ടുകളോ കിട്ടാഞ്ഞുകൊണ്ട് അത് ആൾക്കാർക്ക് ചെറിയൊരു വാർഡാണ് 10ാം വാർഡ്. ആ 10ാം വാർഡിലെ രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കുമായിട്ട് അത് ഉപയോഗത്തിൽ ഇരുന്നിരുന്നു. വിവരങ്ങളുമായി സജോ ദേവസിയാണ് ചേരുന്നത്. സജോ, അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഓരോ വരിയിലുമുണ്ട് ചോദ്യങ്ങൾ. അതായത് അപ്പുറത്തൊരു പുതിയ കെട്ടിടം പണിതിടുമ്പോൾ ആ വാക്കൊന്ന് ശ്രദ്ധിക്കണം, മിനുക്കുമണികളാണ് ബാക്കിയുള്ളത്. ഒരു മിനുക്കുമണികൾ ബാക്കിയുള്ളപ്പോഴാണോ ഇത്രയും ഒരു പഴയ കെട്ടിടം ഗുരുതര സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ അത് തുറന്നു കൊടുക്കാൻ ഇത്രയും കാലതാമസം വരുന്നത്? എന്നിട്ടോ ഒരു ജീവൻ പൊലിഞ്ഞപ്പോൾ ഈ രോഗികളെ എല്ലാം അങ്ങോട്ടേക്ക് മാറ്റാൻ ഒരു തടസ്സവും ഉണ്ടായില്ലല്ലോ. അപ്പോൾ ഈ മിനുക്കുമണികളൊക്കെ എവിടെ പോയി? അതൊരു ചോദ്യമാണ്. ഇങ്ങനെ അദ്ദേഹം വിവരിക്കുന്നതിൽ തന്നെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇപ്പോഴും അത് തുടർച്ചയായി തന്നെ നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു സജോ? റോഷ്നി, തികഞ്ഞ വൈരുദ്ധ്യം, ലോജിക്കില്ലായ്മ ഒക്കെ പ്രകടമായ ന്യായീകരണമാണ് യഥാർത്ഥത്തിൽ അധികൃതർ, പ്രിൻസിപ്പൽ ഒക്കെ നൽകുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ തകർന്ന കെട്ടിടം ഉൾപ്പെടുന്ന ടോയ്ലറ്റ് ബ്ലോക്ക് ഭാഗമായ 10, 11, 14 വാർഡുകൾ, അതിനോട് ചേർന്ന ടോയ്ലറ്റ് ബ്ലോക്കാണ് തകർന്നു വീണത്. 12 വർഷം മുമ്പ് ബലക്ഷയത്തിന്റെ ആദ്യ റിപ്പോർട്ട് വന്നതാണ്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ വർഷം ഡിസംബറിൽ കെട്ടിടം പൊളിച്ചു കളയണം എന്ന റിപ്പോർട്ട് വന്നു. തൊട്ടടുത്ത് വലിയ ബ്ലോക്ക് നിർമ്മാണം പൂർത്തീകരിച്ചു, കെട്ടിട സമുച്ചയം പൂർത്തീകരിച്ചു. അതിൽ ഇനിയിപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ചില വർക്കുകളാണ് അവശേഷിച്ചിരുന്നത് എന്നതാണ്. എന്നിട്ടും പൊളിച്ചു നീക്കാനുള്ള ഉത്തരവ് അല്ലെങ്കിൽ അന്തിമ റിപ്പോർട്ട് 6 മാസം മുൻപ് വന്നിട്ടും അത് നീക്കം ചെയ്തില്ല. എന്നിട്ടൊരു ജീവൻ പൊലിഞ്ഞപ്പോൾ രാത്രിക്ക് രാത്രി അല്ലെങ്കിൽ രായ്ക്ക് രാമായണം ആ മുഴുവൻ ആ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന എല്ലാ വാർഡുകളും അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതായത് ഒരു ചോര വീഴണമായിരുന്നോ എന്ന ചോദ്യം യഥാർത്ഥത്തിൽ അവിടെ അവശേഷിക്കുകയാണ്. എന്നു മാത്രമല്ല, ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം, ആദ്യഘട്ടം മുതൽ മന്ത്രിമാരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അവിടെ ആരും ഉപയോഗിച്ചിരുന്നില്ല, അടച്ചിട്ടതായിരുന്നു എന്നതാണ്. അതിൽ പ്രിൻസിപ്പൽ പറയുന്ന ഒരു വാദമാണ് തികച്ചും ലോജിക്കില്ലാത്തൊരു കാര്യം. അതായത് ഒരൊറ്റ കെട്ടിടമാണ്, അതായത് 3 നിലയുള്ള ഒറ്റ കെട്ടിടമാണ് ഈ തകർന്നു വീണ ടോയ്ലറ്റ് ബ്ലോക്ക്. അതിന്റെ താഴത്തെ 2 നിലയിലുള്ള ടോയ്ലറ്റ് ബ്ലോക്കുകൾ അടച്ചിട്ടിരുന്നു. സുരക്ഷാ പ്രശ്നം ഉണ്ടായിരുന്നതുകൊണ്ട് മുകളിൽ 10ാം വാർഡിന്റെ ഏറ്റവും മുകളിൽ ഉണ്ടായിരുന്ന ടോയ്ലറ്റ് ബ്ലോക്ക് അടച്ചിട്ടിരുന്നില്ല. അപ്പോൾ ഒരേ കെട്ടിടത്തിന്റെ മുകൾ ഭാഗത്ത് മാത്രം എങ്ങനെ സുരക്ഷയുണ്ടാകും? അടിഭാഗത്ത് സുരക്ഷ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന സിമ്പിൾ ലോജിക്ക് പോലും ഈ കാര്യത്തിൽ ഉണ്ടായില്ല എന്നതാണ്. അങ്ങേയറ്റം വൈരുദ്ധ്യം നിറഞ്ഞ ഈ ന്യായം ആരാണ് ഇത്തരം കണക്കുകളും റിപ്പോർട്ടുകളും ഉണ്ടാക്കുന്നത് എന്ന് പോലും മനസ്സിലാകില്ല. കാരണം ഒരേ കെട്ടിടത്തിന്റെ, ഒരേ പില്ലറിലും ബീമിലും നിൽക്കുന്ന കെട്ടിടത്തിന്റെ താഴത്തെ 2 നിലയിലുള്ള ടോയ്ലറ്റ് ബ്ലോക്ക് സുരക്ഷിതമല്ലാത്തതുകൊണ്ട് അടച്ചിട്ടു, മുകളിൽ പക്ഷേ തുറന്നിട്ടിരുന്നു, അവിടെ ആളുകൾ ഉപയോഗിച്ചിരുന്നു എന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് നീക്കാൻ എന്തുകൊണ്ട് ഇത്ര കാലതാമസം എന്ന ചോദ്യം ചോദിച്ചപ്പോൾ പ്രിൻസിപ്പൽ പറഞ്ഞ മറുപടി, അവിടെ മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററാണ്, അത് പൂർണ്ണമായും പൂർത്തീകരിക്കണം. രോഗികളെ അങ്ങോട്ടേക്ക് നീക്കിയാൽ, പുതിയ കെട്ടിട സമുച്ചയത്തിലേക്ക് നീക്കിയാൽ ഓപ്പറേഷൻ തിയേറ്റർ പഴയ സ്ഥലത്ത് തന്നെ ഉണ്ടാകും, അപ്പോൾ ഡിസ്കണക്റ്റഡ് ആകും. അങ്ങനെ ഒരു പ്രശ്നം, രോഗികൾ ബുദ്ധിമുട്ടേണ്ടി വരും, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും, അതുകൊണ്ടാണ് നീക്കാതിരുന്നത് എന്ന ന്യായം അദ്ദേഹം പറയുന്നു എന്നതാണ് ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ യഥാർത്ഥത്തിൽ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ജൂലൈ 31-നകം നീക്കാൻ തീരുമാനിച്ചിരുന്നു എന്നതാണ്. പക്ഷേ അതിൽ കുറെ കൂടി ഗതിവേഗം യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടിയിരുന്നതല്ലേ എന്നതാണ്. ഇപ്പോൾ ഈ സംഭവം ഉണ്ടായതിനു ശേഷം മാത്രമാണ് ഈ സർജിക്കൽ മെഡിക്കൽ സ്റ്റോർ അടക്കം പലതും ഈ അപകട സാധ്യതയുണ്ടെന്ന് പൊളിച്ചു നീക്കാൻ നിർദ്ദേശിച്ച, അല്ലെങ്കിൽ ഇനി ഒരു വാർഡ് പ്രവർത്തിക്കാൻ കഴിയാത്ത ഈ കെട്ടിടത്തിൽ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നു. അത് ഇന്നത്തെ ദിവസം മാത്രമാണ് അവിടെ നിന്നുള്ള സാമഗ്രികൾ മുഴുവൻ മാറ്റി അതും പുതിയ ബ്ലോക്കിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ സൗകര്യം ഉണ്ടായിരുന്നു. ഈ ഘട്ടത്തിലാണ് പ്രതിപക്ഷം രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കുന്നത്. അതായത് അവിടെ പൂർണ്ണമായും ഫംഗ്ഷൻ ചെയ്യാൻ കഴിയും വിധമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു, നല്ലത് തന്നെ. പക്ഷേ എന്തിനിത്ര കാലതാമസം? അതൊരു ഉദ്ഘാടന മാമാങ്കം നടത്തുന്നതിന് വേണ്ടിയായിരുന്നു എന്ന രാഷ്ട്രീയ വിമർശനം അവർ ഉന്നയിക്കുന്നുണ്ട്. അതിന് യഥാർത്ഥത്തിൽ വ്യക്തതയുള്ള മറുപടി അധികൃതർ ഇതുവരെ നൽകുന്നുമില്ല. ആകെ വൈരുദ്ധ്യം നിറഞ്ഞ
ലോജിക്കില്ലാത്ത ചില ന്യായങ്ങൾ പറയുകയാണ്. യഥാർത്ഥത്തിൽ ഈ ടോയ്ലറ്റ് ബ്ലോക്കിന്റെ ലഭിച്ച പ്രതികരണത്തിലാണെങ്കിൽ ഓരോ വരിയിലും ചോദ്യങ്ങളാണ്. കെട്ടിടം പൊളിച്ചു മാറ്റണമെന്ന് 6 മാസം മുൻപ് റിപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ ആ റിപ്പോർട്ടിൽ എന്ത് ചെയ്തു? ഈ ഒരു ശുചിമുറി അത് ഉപയോഗിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കൂ, ഇത് അടച്ചിട്ടിരിക്കുകയാണെന്ന് ഒരു മുന്നറിയിപ്പ് ബോർഡ് വെക്കാൻ എത്ര പൈസ ചെലവാവും? ഒരു ബോർഡ് വെക്കാൻ അതിനുപോലും സാധിച്ചില്ല. എന്നിട്ടിപ്പോൾ വീണ്ടും അപ്പുറത്തൊരു പുതിയ കെട്ടിടം പണിതിട്ട് അതിന്റെ മിനുക്കുപണികളാണ് പോലും. അതിലേക്ക് രോഗികളെ മാറ്റുക പോലും ചെയ്തില്ല. പിന്നെ എങ്ങനെയാണ് മണിക്കൂർ കൊണ്ട് രോഗികളെ മാറ്റാൻ കഴിഞ്ഞത്? അങ്ങനെ ഇതാണ് ഇപ്പൊ നിലവിൽ വന്നിരിക്കുന്ന പ്രതികരണം. മന്ത്രിയുടെ പ്രതികരണത്തിലേക്ക് പോകാം.